ശശി തരൂർ ഒന്ന് മണ്ണിൽ ചവിട്ടി നിൽക്കണം. കേരളത്തിൽ നിന്നുള്ള എംപിയും കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ UN അസിസ്റ്റന്റ് സെക്രട്ടറിയും ഒക്കെയാണ് ശ്രീ ശശി തരൂർ. 15 വർഷത്തിലധികം മാത്രം ചരിത്രമുള്ള രാഷ്ട്രീയ ജീവിതവും 55 വർഷക്കാലത്തെ ആഡംബര ജീവിതവും ആണ് ശശി തരൂർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതരേഖ. വിദേശ രാജ്യങ്ങളിൽ ഒരു മലയാളിക്ക് കിട്ടാത്ത എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിച്ച ആളാണ് ശശി തരൂർ. അദ്ദേഹം ബൗദ്ധിക ജീവിതത്തിൻ്റെ ഒരു സൃഷ്ടി കൂടിയാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇടയിൽ ബുദ്ധിപരമായി ഉയരങ്ങൾ നിൽക്കുന്ന നേതാവാണ് ശ്രീ ശശി തരൂർ. ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി പറയുവാനുള്ള ബുദ്ധിശക്തിയും പ്രാപ്തിയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ യുണൈറ്റഡ് നേഷൻസിൽ നിന്നും വിട്ട് ഇന്ത്യയിലെത്തിയ ഈ നേതാവിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചെടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. ആദ്യം കേന്ദ്രമന്ത്രിസഭയിൽ അംഗവും ആയിരുന്നു അദ്ദേഹം. BJP-യുടെ ഭരണം വന്നതോടുകൂടി അദ്ദേഹം വെറും MP എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കുകയാണ്. അതിനിടയിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശശി തരൂർ കടന്നു വന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത് മല്ലികാർജുൻ ഖാർഗെ ആയിരുന്നു. എങ്കിലും ശശി തരൂർ എന്ന ഒരു വ്യക്തിത്വത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് നൽകി അദ്ദേഹം 2ാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. അങ്ങനെയുള്ള ശശി തരൂർ സമീപകാലത്തായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളും പ്രസ്താവനകളും പ്രസംഗങ്ങളും ലേഖനങ്ങളും കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ തളർത്തുന്നു എന്നത് നിസ്സംശയം പറയാം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കോൺഗ്രസ് ആണ് എന്നെ എല്ലാം ആക്കിയത് എന്നാണ്. അതേ ശശി തരൂർ തന്നെയാണ് കഴിഞ്ഞ ദിവസം നെഹ്റു കുടുംബത്തെ വലിയ തോതിൽ ആക്ഷേപിച്ചുകൊണ്ട് ലേഖനം എഴുതിയത്. അതൊരു ശരിയായ രീതിയല്ല. രാഷ്ട്രീയം നിലനിൽക്കുന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മൂശയിൽ ഉരുകി ഉണ്ടായ ഒരു സംവിധാനമാണ്. അത്തരത്തിൽ മനുഷ്യ മനസ്സിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും അടിത്തറയും കാതലും കരുത്തും ആണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ആ ഒരു സ്ഥിതി ഇപ്പോഴും വലിയ ക്ഷീണമില്ലാതെ തുടരുന്നത് കൊണ്ടാണ് ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മുക്കിലും മൂലയിലും ആ കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നം പതിക്കുവാനും കൊടി പിടിക്കുവാനും സിന്ദാബാദ് വിളിക്കുവാനും കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങുന്നത്. ഭാരതത്തിന്റെ 4 കോണുകൾക്കുള്ളിലും പ്രവർത്തകരുള്ള ഒരു പാർട്ടി ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ആ പാർട്ടി കയറ്റങ്ങളും ഇറക്കങ്ങളും നിരവധിയായി കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ സർവസ്വവുമാണ് എന്ന് കരുതി ഒരു കാലത്ത് പ്രതീക്ഷിച്ച അത്തരം നേതാക്കന്മാരിൽ പലരും പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു പാർട്ടികളിലേക്കോ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയോ പോയിട്ടുണ്ട്. അപ്പോഴും കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ പതാകയും അതിൻ്റെ കൊടിയടയാളവും ഈ രാജ്യത്ത് വലിയ ക്ഷീണമില്ലാതെ നിൽക്കുന്നു എന്നത് ശശി തരൂർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നെഹ്റു കുടുംബം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന
ഒരു വികാരമാണ്. ആരെന്ത് വിവാദങ്ങളും ആരോപണങ്ങളും ഉയർത്തിയാലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങളിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1.25 ലക്ഷത്തോളം കോടി രൂപയുടെ സമ്പത്തുകളാണ് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന് കൈമാറിയത് എന്നത് നാം ഓർമ്മിക്കേണ്ടതാണ്. മാത്രവുമല്ല, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുൻപ് നമ്മുടെ രാജ്യത്ത് ഇടക്കാല മന്ത്രിസഭ ഉണ്ടായി, ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നിർദ്ദേശ അനുസരണം. ആ ഇടക്കാല കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് അല്ലെങ്കിൽ ഏൽക്കാൻ തീരുമാനിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ ആയിരുന്നു. ആ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നതിന്റെ തലേന്നാൾ ആരെയും അറിയിക്കാതെ ജവഹർലാൽ നെഹ്റു സ്വന്തം ആസ്തികളും സമ്പാദ്യവും ബാങ്ക് ഡെപ്പോസിറ്റും എല്ലാം ഈ രാജ്യത്തിന് എഴുതി കൈമാറി എന്നത് നമുക്ക് നിസ്സാരമായി കാണുവാൻ കഴിയുന്ന കാര്യമല്ല. ഇന്നിപ്പോൾ ഭരണത്തിലെത്തുന്നവരുടെ ഇടതും വലതും നിന്നുകൊണ്ട് കോടാനുകോടികൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടികൾ തട്ടിയെടുക്കുന്ന വലിയ ശതകോടീശ്വര വ്യവസായികളുടെ കഥകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പങ്കുപറ്റി ഭരണത്തിൽ കടന്നു വരുന്നവർ മുതലാളിത്തത്തിന്റെ പുറം ഭാഷ്യം കാണിച്ചില്ലെങ്കിലും കോടിപതികളായി ആഡംബര ജീവിതത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു ഭരണാധികാരി താൻ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് തലേന്നാൾ സർവസമ്പത്തും ഈ രാജ്യത്തിനായി എഴുതി മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി പദത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതായിരുന്നു നെഹ്റു കുടുംബത്തിന്റെ മഹാത്മ്യം. ഇതുതന്നെയാണ് ഇന്ദിരാഗാന്ധിയും അധികാരത്തിലെത്തിയപ്പോൾ ചെയ്തത്. ആനന്ദഭവൻ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബം മകളായ ഇന്ദിരാഗാന്ധിയാണ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ഇവരെല്ലാം ഇവിടെ നിന്നും ഒന്നും തട്ടിക്കൊണ്ടുപോയി വിദേശത്തെ സമ്പാദ്യം ശേഖരിച്ചു വെച്ചില്ല. ഒരു കോൺഗ്രസ് നേതാവും ഒരു പരിധിക്കപ്പുറം അതിരുവിട്ട് സമ്പാദ്യത്തിന് കണ്ണുവെച്ചിട്ടില്ല. രാഷ്ട്രീയമായി വിരോധികൾ പലപ്പോഴും അഴിമതി ആരോപണങ്ങൾ ഉയർത്തുകയുണ്ട്. അതേത് നേതാവ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും ഇതൊക്കെ പതിവാണ്. ഇതൊക്കെ കുറെ കഴിയുമ്പോൾ യാതൊരു തെളിവും ഇല്ലാതെ കണ്ടം ചെയ്യപ്പെടുന്ന സ്ഥിതിയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നെഹ്റു കുടുംബവും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കുടുംബവും ഈ രാജ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് എന്ന കാര്യം ഈ പറയുന്ന ബുദ്ധിരാക്ഷസനായ ശശി തരൂർ മറന്നുപോയി എന്നത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും വേദനിപ്പിക്കുന്നുണ്ട് എന്ന വസ്തുതയെങ്കിലും മഹാനായ ശശി തരൂർ തിരിച്ചറിയണം. ഇനിയെങ്കിലും തന്നെ താനാക്കിയ കോൺഗ്രസ് പാർട്ടിയുടെ പൂർവ്വകാല ചരിത്രത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന മഹാരഥന്മാരായ നേതാക്കന്മാരെ ചോദ്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ശശി തരൂർ എന്നല്ല ഇന്ത്യയിലെ ഒരു നേതാവും വളർന്നിട്ടില്ല എന്ന തിരിച്ചറിവ് കൂടി നിങ്ങൾക്കുണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.